അപ്പന്റെ ഫാദർ മ്യൂസിക് ഡയറക്ടറാണ്. വീട്ടില് പണ്ട് മുതലേ പാട്ടുണ്ടായിരുന്നു. ഈ അഭിനയത്തിനോടുള്ള ക്രേസ് വന്നത് എപ്പോഴാണ്? ഈ ഓഡിഷന് പോകാൻ കാരണം എന്താണ്? ഞാൻ ഓഡീഷൻസിന് ഇപ്പൊ ആരെങ്കിലും പറഞ്ഞറിയാം. ഇപ്പൊ ഉണ്ണിമായ മാം, ശ്യാം പുഷ്കറിന്റെ വൈഫ് എന്റെ ആർക്കിടെക്ചർ, ഞാൻ ആർക്കിടെക്ചർ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് സെക്കൻഡ് ഇയറിൽ നിൽക്കുമ്പോഴാണ് ഉണ്ണിമായ മാം ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഒരു ഓഡീഷൻ നടക്കുന്നുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ വരാമെന്ന്. അപ്പം ഞാനും അമ്മയും ഇങ്ങനെ, അതിന് മുമ്പേ ആക്ച്വലി ഞാൻ ഒരെണ്ണം ചെയ്തപ്പോൾ ഐ ഹാഡ് എ ബാഡ് എക്സ്പീരിയൻസ്. ബാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തു, പിന്നെ അത് വന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തത് പിന്നെ ഇനി ഇത് വേണ്ട, നമുക്കത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആർക്കിടെക്ചർ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ ഇടയിലാണ് ഈ ഒരു മെസ്സേജ് വന്നത്. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു, അമ്മ വേണോ, മറ്റേത് മാതിരി പണി കിട്ടുമോ, പോണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഓക്കെ ഫൈൻ എന്തെങ്കിലും ആവട്ടെ, നല്ലൊരു ടീമാണ് ആഷിക്ക, അതുപോലെ അപ്പം എനിക്ക് പോത്തൻ ചേട്ടനെ പറ്റി അപ്പം അറിയുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ആകെ അറിയാവുന്നത് സോൾട്ട് ആൻഡ് പെപ്പറിലത്തെ ആ ക്യാരക്ടറാണ്. അപ്പോൾ പോയിട്ടാണ് പിന്നീട് ഇങ്ങനെ എന്താ പറയുക, മഹേഷ് അവർ ഓക്കെ എന്ന് പറഞ്ഞു. 2 ഓഡിഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് എൻ്റെ ക്യാരക്ടർ ഇതേ ആയിരുന്നില്ല, അതിൽ സോണിയയുടെ ക്യാരക്ടറായിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ പിന്നത്തെ ഒരു ഓഡിഷൻ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജിംസി ക്യാരക്ടറിലേക്ക് വന്നതും. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതെന്ന് ഓർത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ പിന്നെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു. അങ്ങനെ നിക്കാൻ സമയമില്ല എന്നല്ല, പക്ഷെ ഞാനൊക്കെ എന്താ പറയാ, ഇപ്പൊ ഇക്കാനെ ആണെങ്കിലും ഏതൊരു സെലിബ്രിറ്റീനെ കാണുകയാണെങ്കിലും ഇങ്ങനെ ഇപ്പൊ എന്നെ കാണുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഒരു സെൽഫി എടുത്തോട്ടെ, ആ എക്സൈറ്റ്മെന്റ് ഞാൻ കുറേ കാണിച്ചിട്ടുണ്ട്. ലൈക്ക് എനിക്ക് ഭയങ്കര എന്താ പറയാ, എനിക്കാണെങ്കിലും എൻ്റെ വീട്ടുകാർക്കാണെങ്കിലും സെലിബ്രിറ്റീസിനെ കാണുമ്പോൾ അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആവും. ഞങ്ങൾ ഭയങ്കര ഫോളോ ചെയ്യുന്ന ടൈപ്പ് ഓഫ്, എൻ്റെ അമ്മമ്മയാണെങ്കിലും അമ്മമ്മ വരെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോ എനിക്കിപ്പോ ഭയങ്കര ബ്ലെസ്ഡ് ആയി തോന്നുന്നു, ഭയങ്കര അത്ഭുതം. അതുപോലെ ഈ മഹേഷിന്റെ പ്രതികാരത്തിൽ ആ ഫ്ലാഷ് മോബ് ചെയ്യുന്നില്ലേ, അത് ഹിഡൻ ആയിട്ടല്ലേ ഷൂട്ട് ചെയ്തത്? ഹിഡൻ എനിക്ക് ഇപ്പോഴും അറിയില്ല അത് എവിടെയായിരുന്നു ക്യാമറ നിൽക്കുന്നുണ്ടായിരുന്നോ, എത്ര ക്യാമറ ഉണ്ടായിരുന്നോ ഒന്നും എനിക്ക് ഇപ്പോഴും അറിയണ്ടായിരുന്നു. അന്ന് പോയി അസോസിയേറ്റ് മധുചേട്ടൻ പറഞ്ഞു, ഇവിടെ നിൽക്കണം, നീ ഓട്ടോന്ന് ഇറങ്ങി ഇവിടെ നിന്ന് കളിച്ചോ, പിന്നൊന്നും അറിയില്ല, അവിടെ നിന്നിട്ട് വേണം കളിക്കാന്ന് പറഞ്ഞു. ശരിന്ന് പറഞ്ഞു പോയി. പക്ഷെ അന്ന് ഞാൻ അനുഭവിച്ച ആ ടെൻഷൻ, ഡാൻസ് ഞാൻ ആദ്യം തൊട്ടിട്ട് പഠിച്ചിട്ടുണ്ട്, ക്ലാസിക്കലാണ് പഠിച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ചെയ്യണത് ഫുൾ ഇങ്ങനത്തെ ഒരു സിനിമാറ്റിക് സ്റ്റൈൽ ഡാൻസ് ആണ്. അപ്പൊ അതിലാണെങ്കിലും എനിക്ക് പേടി അതായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് ചെയ്യണത്. ഫ്ലാഷ് മോബും ആദ്യമായിട്ടാണ് ചെയ്യണത്. ആൻഡ് ദാറ്റ് വാസ് പക്ക ഫ്ലാഷ് മോബ് ആയിരുന്നു മഹേഷില്. അവര് ഹിഡൻ ക്യാമറാസ് വെച്ച് ബസ് സ്റ്റോപ്പ്, എനിക്ക് പിന്നെ പേടി, ചുറ്റും ബസ്സുകളാണ്, ഇവരിട്ട് ബസ് നീക്കി കഴിഞ്ഞാൽ ഞാൻ അതിന്റെ അടിപ്പെടുമല്ലേ ശരാ. അപ്പൊ ഞാൻ മതിച്ചായിട്ട് ഇത് ചോദിച്ചിട്ടുണ്ടോ, ബസ് എടുക്കില്ല, അത് വേറെ. അതും കണ്ടിട്ട് കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കാരണമാണ് ഇത് ചെയ്തതെന്നുള്ളത്. പക്ഷെ എനിക്ക് ഏറ്റവും ടെൻഷൻ അടിച്ചൊരു ദിവസമായിരുന്നു എൻ്റെ ഇത്രയും ദിവസത്തെ ഷൂട്ടിങ്ങിൽ എല്ലാത്തിലും. ടെൻഷൻ അടിച്ച ദിവസം നമ്മുടെ സൺഡേ ഹോളിഡേയില് പ്രചണ്ഡനം സോങ് ഷൂട്ട് ചെയ്ത ദിവസം ഞാനൊരു കൂലിപ്പണിക്ക് വന്ന പോലെ തോന്നിപ്പോയി. അവസാനം ഉച്ചക്കൊക്കെ വേർത്ത് മതിയായി. ശരിക്കും അതെന്താന്ന് അറിയാം, ഒന്നാമത് ആ പാട്ടിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, എല്ലാം വലിയ വലിയ വാക്കുകൾ. അത് ഞാൻ പാടണം, അപ്പൊ അതിന്റെ ലിപ്സിങ് പോകാൻ പാടില്ല, തെറ്റാൻ പാടില്ല. പിന്നെ ഇതിന്റെ കൂടെ സ്റ്റെപ്സ് ചെയ്യണം. സ്റ്റെപ്പ് അതും ഞാൻ കണ്ടതിൽ എനിക്ക് തോന്നുന്നു ഇക്ക ചെയ്തതിൽ ഇത്രയും എനർജറ്റിക് ആയിട്ടൊരു സാധനം ആദ്യമായിട്ട് ചെയ്യുന്നത്. കാര്യം എന്താ വെച്ചാല് കണ്ടു നിന്റെ അതങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇത് ആ പാട്ടിലുള്ള എനർജി എന്റെ ബോഡിയിൽ വരണം. ഞാൻ ജിസിന്റെ അടുത്ത് പോയി പറഞ്ഞു, ഇത് നമുക്കൊരു മൊണ്ടാഷായിട്ട് എടുത്താൽ പോരെ എന്ന് ചോദിച്ചു. പക്ഷെ നന്നായി വന്നു. എനിക്ക് ഞാൻ എപ്പോഴും പറയാറില്ലേ, പാട്ടുകളാണ് ഒരു സിനിമയ്ക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഫാക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാൻ ഇപ്പൊ ഈ സൺഡേ ഹോളിഡേ നമ്മൾ പോസ്റ്റേഴ്സ് വിട്ടു, ഓൺലൈനിൽ ടീസർ വിട്ടു, അതിനേക്കാളൊക്കെ റീച്ച് ആ പാട്ടിന്റെ റീച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരുപാട് പേരുടെ പ്ലേലിസ്റ്റിൽ, ഇൻക്ലൂഡിങ് എന്റെ പ്ലേലിസ്റ്റിൽ റിപ്പീറ്റഡ് അങ്ങനെ കയറിയ ഒരു പാട്ടാണ് അത്. ശരിക്കും ദീപക്കേട്ടൻ ഒരു ബ്ലെസ്ഡ് ആയിട്ട് നമുക്ക് ബ്ലെസ്സിംഗ് ആയിട്ട്, നമുക്ക് ശരിക്കും അതൊരു ബ്ലെസ്സിങ്. അതും കാർത്തിക് ചേട്ടൻ അത് പാടിയിരിക്കുന്നത് നമുക്ക് ശരിക്കും, അതുപോലെ ജിസേട്ടൻ ലിറിക്സ് എഴുതിയിട്ടുള്ളത് അതിന്റെ. അപ്പൊ ലിറിക്സ് തന്നെ കറക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും, ആ ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ് നമ്മളെ വിട്ടു പോയെന്നുള്ളത് കറക്റ്റ് ആ പാട്ടിലുണ്ട്. എനിക്കും ഭയങ്കര ഇഷ്ടം. ഞാൻ ഇപ്പൊ എപ്പോഴും റിപ്പീറ്റ് കേട്ടോണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 2 മൂവീസ് റിലീസ് ചെയ്യാൻ നിൽക്കുക. ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങിയതിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ മൂവീസ് ചെയ്തിരിക്കുന്ന ഇപ്പം ഇക്കയുടെ കൂടെയാണ്. ഇക്കൊക്കെ എന്നെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? എനിക്ക് നമ്മള് സിനിമ ചെയ്യുമ്പോൾ എപ്പോഴും ആളുകൾക്ക് ഇത് പുറത്തു നോക്കുമ്പോൾ ആക്ടേഴ്സ് ആണ്, സോക്കോൾഡ് സെലിബ്രിറ്റീസ് ആണ്, ഭയങ്കര ജാടയുള്ള ആൾക്കാരാണ്, തലക്കന കൊണ്ട് സെൽഫി എടുക്കട്ടെ എന്ന് എനിക്ക് പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മളെല്ലാവരും ഇപ്പോൾ
ഞാൻ അപ്പുന്റെ കൂടെ നല്ല നമ്മളെല്ലാരും വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കൊരു കോളേജ് ഒരു ഫീലാണ് എപ്പോഴും. അപ്പൊ ഞാനത് ശരിക്കും ആസ്വദിച്ചാണ്. ഇപ്പൊ നമ്മള് ചെമ്പൻചേട്ടൻ ആ ഒരു ഗ്യാങ്ങിന്റെ കൂടെ നമ്മൾ തൃശ്ശൂർ ക്ലിപ്തം ചെയ്യുമ്പോൾ അവിടെ വേറൊരു മൂഡായിരുന്നു. എനിക്കാണെങ്കിലും ഇപ്പൊ വന്നു കയറുമ്പോ ഇപ്പൊ എന്താ പറയാ, എനിക്ക് പേടിയാ. ഞാൻ അങ്ങനെ ഹെഡ് ചെയ്ത് എനിക്ക് അങ്ങോട്ട് സംസാരിക്കാൻ ഭയങ്കര ടെൻഷനാണ്. പക്ഷെ എനിക്കും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പൊ ഇക്കയാണെങ്കിലും നമ്മുടെ തൃശ്ശൂർ പേരൂരിൽ ആരാണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ഓഡ് വൺ ഔട്ട് ഫീലൊന്നും ആരും തന്നിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് എനിക്കും ഭയങ്കര സന്തോഷമാണ്. ഇപ്പൊ പിന്നത്തെ ഇക്കയുടെ കൂടെ ഞാൻ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ആരെങ്കിലും ഒരാളെങ്കിലും അറിയാലോ എന്നുള്ളത്. പിന്നെയാണ് സൺഡേ ഹോളിഡേയിൽ വരുമ്പോ എനിക്കും ജിസ് ഉണ്ട്, നമ്മുടെ എല്ലാവരും ഇപ്പം ഇതിന്റെ ക്യാമറമാൻ ആയാലും ഇതിന്റെ അസോസിയേറ്റ്സ് ആയാലും അസിസ്റ്റൻസ് ആയാലും എല്ലാവരും ഏകദേശം നമ്മുടെ ഒരു പ്രായമാണ്. അപ്പൊ ആ ഒരു ഫൺ ത്രൂ ഔട്ട് ഫിലിമിലുണ്ടായിരുന്നു. അതുകൊണ്ട് നിന്നെ കൊണ്ട് വലിയ ശല്യം എനിക്ക് ഇല്ലായിരുന്നു. എന്നാലും അടിപൊളിയായിരുന്നു. ഞങ്ങള് എപ്പോഴും വിളിക്കാൻ ആഗ്രഹിക്കുന്ന പോലെ ഗായികയായ നായികയായിരുന്നു ഞങ്ങളുടെ. ലൊക്കേഷനിൽ ഒരുപാട് പാട്ടൊക്കെ പാടിത്തരും. അത്യാവശ്യം ഫ്രീ ടൈമിൽ മൈക്ക് എടുത്തു കൊടുത്താൽ പാട്ട് പാടി എല്ലാവരും എന്റർടൈൻ ചെയ്യുന്ന ഒരു നായികയാണ്. So it was fun working with you. Thank you so much.